1.5 വർഷത്തേന് ഇനി നമ്മൾ പേടിക്കേണ്ടല്ലോ എന്നൊരു ആശ്വാസം എനിക്കുണ്ടായിരുന്നു. കാരണം പിന്നെ എനിക്ക് നമുക്ക് അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഇത് ഞാൻ ഡെലിവറി ചെയ്തതിൻ്റെ ആ സ്ലിപ്പ് ഞാൻ ഇതിനകത്ത് ഇട്ടേക്കാം. 2 വർഷമായിട്ടുണ്ടാവും. കാരണം ഇത് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു റിവ്യൂ വീഡിയോ ആയിട്ടോ. റിവ്യൂ എന്ന് പറഞ്ഞാൽ പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഇപ്പം തമ്മിലിൽ കണ്ടുപോലെ തന്നെ സ്ത്രീകൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ സ്ത്രീകൾ കാണേണ്ട ഒരു വീഡിയോ എന്ന് പറയാം കേട്ടോ. ഇത് പുരുഷന്മാർ കണ്ടെന്ന് പറഞ്ഞാൽ പ്രത്യേക പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല, അവർക്കൂടെ മനസ്സിലാവും എന്നല്ലാതെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചാട്ടോ. ഇത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്നോ എത്ര പേർക്ക് അറിയാമെന്നോ എത്ര പേര് യൂസ് ചെയ്തിട്ടുണ്ടെന്നോ എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു കാര്യം അതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചേട്ടോ. ഇപ്പം കുറേ ആൾക്കാർ കാണുമല്ലോ പേടിച്ചിരിക്കുന്നവർ, അല്ലെങ്കിൽ ഇത് എങ്ങനെയാ യൂസ് ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ എങ്ങനെ ഇത് ഹസ്ബൻഡിനോടായാലും എങ്ങനെ പറയുന്നോ എങ്ങനെ വാങ്ങിച്ചു തരാൻ പറയുന്നോ അങ്ങനെയൊക്കെ പേടിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അത് വാങ്ങിക്കാനിടയായ സാഹചര്യം ഞാൻ പറയാം കേട്ടോ. അതാണെങ്കിൽ ഞാൻ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന പോലെ തന്നെ പാഡായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ വീട്ടിലാണെങ്കിൽ ഞാൻ പാഡ് ഡിസ്പോസ് ചെയ്യുന്ന പറഞ്ഞാൽ കൊണ്ടുവന്ന് കത്തിച്ച് കളയുക, അല്ലെങ്കിൽ എല്ലാവരുടെ ഒന്നിച്ച് അത്ര ദിവസം 4-5 ദിവസം കഴിയുമ്പോൾ ഒന്നിച്ച് കൂട്ടിയിട്ട് ഒന്നീ കത്തിച്ച് കളയുക, അല്ലെങ്കിൽ കുഴിച്ചിടുക, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അതിന് മുമ്പാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലോസറ്റിലുണ്ടല്ലോ, ക്ലോസറ്റിൽ ഡംപ് ചെയ്തിട്ട് അതിനകത്ത് വെള്ളം ഒഴിക്കുക, അതായിരുന്നു എൻ്റെ പരിപാടി. കാരണം അങ്ങനെ കളയുന്നതിന് ബാത്റൂം ടോയ്ലറ്റിൽ കളയുന്നതിന് കുഴപ്പമില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ട് കൊച്ചിലെ മീൻസ് ഒരു 8-9 പഠിക്കുന്ന സമയത്ത് അപ്പോഴാണല്ലോ. അപ്പം അങ്ങനെ കളയായിരുന്നു കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ ബാത്റൂം അങ്ങ് ബ്ലോക്കായപ്പോൾ കാര്യം മനസ്സിലായി. ഇതുപോലെ പാടിട്ടിട്ടാ ബ്ലോക്ക് ആയതെന്ന് മനസ്സിലായതുകൊണ്ട് പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ ഒന്നെങ്കിൽ കുഴിച്ചിടും അല്ലെങ്കിൽ കത്തിച്ചളയും, അങ്ങനെയായിരുന്നു. പിന്നെ എനിക്ക് അങ്ങോട്ട് ഏട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ ആകെയുള്ള പ്രശ്നം അതായിരുന്നു കേട്ടോ. കാരണം അവിടെ ഒന്നാമത് പെൺപിള്ളേരില്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. പിന്നെ ആണെങ്കിൽ പണ്ടുള്ള അമ്മയൊക്കെ ആണെങ്കിലും അവരൊക്കെ ആണെങ്കിൽ തുണിയായിരിക്കുമല്ലോ യൂസ് ചെയ്തത്. അപ്പം പാട് യൂസ് ചെയ്തതായിട്ട് ആരും കാണത്തില്ലല്ലോ എന്നുള്ളൊരു ഇതും, പിന്നെ ആരോട് ഇതൊക്കെ ചോദിക്കുന്നുള്ള അന്നത്തെ ഇപ്പോഴായാലും നമുക്ക് ചെറിയൊരു ചമ്മലാണല്ലോ, എങ്ങനെ ചോദിക്കും, ഇതെങ്ങനെ അവതരിപ്പിക്കും എന്നുള്ളൊരു പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചെന്ന സമയത്താണെങ്കിൽ ഇവിടുത്തെ ചെയ്യുന്ന പോലെ തന്നെ, പക്ഷെ അവിടെ ആണെങ്കിൽ എനിക്ക് അത്രയും, ഇവിടെ ആണെങ്കിൽ പിന്നെ ഞങ്ങൾ 2 പെൺപിള്ളേരുണ്ട്, അച്ഛനായാലും അമ്മയ്ക്കായാലും അറിയാം. അപ്പം നമ്മളിങ്ങനെ ബാത്റൂമിൽ ഇങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ ആണെങ്കിൽ ആൺപിള്ളേരാണല്ലോ, അതുകൊണ്ട് അവിടുത്തെ അച്ഛനും അമ്മയ്ക്കും അറിയത്തൊന്നുമില്ല. അപ്പം ഇങ്ങനെ സംഭവങ്ങൾ. പിന്നെ ഏട്ടനായിരുന്നു കേട്ടോ എന്നെ സഹായിക്കുന്നത് കുഴിച്ചിടാനും കാര്യത്തിനും. അവിടെ കത്തിക്കാനൊന്നും പോകത്തില്ലായിരുന്നു, കാരണം ഇവർക്ക് അറിയത്തില്ലല്ലോ എന്നുള്ളൊരു ഇത് വെച്ചിട്ട് എനിക്കാണെങ്കിൽ ഭയങ്കര ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാനാണെങ്കിൽ എല്ലാ മാസേനെ എന്ത് ചെയ്യും, ഏട്ടനെ എങ്ങനെ ശല്യപ്പെടുത്തും, ഏട്ടനെ മേടിച്ചിടോ എന്നിങ്ങനെ കുറിച്ചിടണം, അങ്ങനെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ആണെങ്കിൽ ഞാനിങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ടോയ്ലറ്റിട്ട് അങ്ങനെ കളയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ കളയാണെങ്കിൽ പ്രശ്നമില്ലാന്ന് കേട്ടിട്ട് അങ്ങനെയൊക്കെ കളയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാലും എനിക്കിങ്ങനെ പ്രശ്നമാവോ എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാട്ടോ, അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പ്രഗ്നന്റ് ആയി. 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പ്രഗ്നന്റ് ആവുന്നത്. അപ്പം പ്രഗ്നന്റ് ആകുമ്പോൾ എല്ലാവർക്കും ഒരു ആശ്വാസമാണല്ലോ. 1.5 വർഷത്തേന് ഇനി നമ്മൾ പേടിക്കേണ്ടല്ലോ എന്നൊരു ആശ്വാസം എനിക്കും ഉണ്ടായിരുന്നു. കാരണം പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് പറ്റി, അഗിയുടെ കല്യാണമൊക്കെ അടുപ്പിച്ച്, അഗിയുടെ കല്യാണത്തിന് ആ സമയത്ത് തന്നെ അവിടുത്തെ വീട്ടിലെ ബാത്റൂം എന്തോ ബ്ലോക്കായി. അപ്പം ഞാൻ കരുതി എന്തായാലും ഞാൻ ആ പാടൊന്നും ആ സമയത്ത് ഇടുന്നില്ല. അത് കാരണം എനിക്ക് 7ാം മാസത്തിലായിരുന്നു അഗിയുടെ കല്യാണം. അപ്പോൾ അവിടെ കുറേ പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കരുതി ഇങ്ങനെ പിള്ളേരെന്തെങ്കിലും ഇട്ടിട്ട് ബ്ലോക്ക് ആയതാണോ എന്നൊക്കെ ചോദിച്ച് എല്ലാവരും കല്യാണത്തിൻ്റെ ആ തലേദിവസം തന്നെ ബ്ലോക്കായി. ഫുള്ള് ടെൻഷനായിപ്പോയി കേട്ടോ, എന്ത് ചെയ്യും എങ്ങനെയാന്നൊക്കെ ആലോചിച്ചിട്ട്. പിന്നെ എന്ത് ചെയ്തു, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങ് മാറുകയും ചെയ്തു. അപ്പോഴത്തേനും എനിക്കങ്ങ് ഇനിയിപ്പം അത് 3ാമത്തെ ദിവസം എന്നെ കൂട്ടിക്കൊണ്ട് വരുന്ന ചടങ്ങാണ് ഇങ്ങോട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയും ചെയ്തു.
പിന്നെ എൻ്റെ ടെൻഷൻ എന്താ, അയ്യോ ഇനി ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്ത് ചെയ്യും, ഇനി ഞാൻ പാഡ് ഉപയോഗിക്കുന്ന അത് പിന്നെ ബ്ലോക്ക് ആയതല്ലോ കേട്ടോ, അത് പിന്നെ അറിഞ്ഞിട്ട് ഇതായതായിരുന്നു. പക്ഷെ എന്നാലും പിന്നെ എനിക്ക് ഈ പാഡ് ഉപയോഗിക്കാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നെ ഞാൻ ഇനി എന്ത് ചെയ്യും, അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിലോ അങ്ങനെയൊക്കെ അതായിപ്പോയി. പിന്നെ ഞാൻ എന്താ ഇങ്ങനെ സെർച്ച് ചെയ്യാൻ പോയത് കേട്ടോ, എന്ത് ചെയ്യും എന്താ, കാരണം നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ തുണിയായിരുന്നു ഉപയോഗിക്കുന്നത്, പാടല്ലായിരുന്നു. പക്ഷെ നമുക്ക് ആ തുണി ഉപയോഗിക്കുന്നവർക്കറിയാം, തുണി ഉപയോഗിച്ച് ശീലമാക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പാഡ് യൂസ് ചെയ്ത് കഴിയുമ്പം പിന്നെ എല്ലാവർക്കും ഒരു മടിയാണ് തിരിച്ച് തുണിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ആ ഒരു മടി എനിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ആലോചിച്ച് പിന്നെ യൂട്യൂബിനകത്തൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഈ മെൻസ്ട്രൽ കപ്പിൻ്റെ കാര്യം അപ്പോഴും ഞാൻ അറിയുന്നത്. ഈ മെൻസ്ട്രൽ കപ്പ് ഉണ്ടെന്നും അറിയാം, പക്ഷെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും സെർച്ച് ചെയ്തിട്ട് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഈ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് അറിയുന്നത് കേട്ടോ. അപ്പം ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് ഏതാ നല്ലത്, എങ്ങനെ, അതുപോലെ ഉപയോഗിച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ എങ്ങനെ ഉപയോഗിക്കേണ്ടത്. ആദ്യമുള്ള ടെൻഷൻ, എല്ലാവർക്കും ഉള്ള ടെൻഷൻ നമുക്കുണ്ട്. അപ്പം എങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നത്, എന്തേലും പ്രശ്നം ഉണ്ടാവുമോ, അങ്ങനെയുള്ള ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും രണ്ടും കൽപ്പിച്ച് എനിക്കാണെങ്കിൽ ഒരുപാട് ലേറ്റ് ആയതില്ല, 1.5 വർഷം 2 വർഷം ഒന്നും ആയതുമില്ല കേട്ടോ. ഡെലിവറി കഴിഞ്ഞിട്ട് 2 മാസം ആയപ്പോഴത്തേനും എനിക്ക് പീരീഡ്സ് ആയി. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എനിക്ക് പീരീഡ്സ് ആയി. അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പം ഒബ്വിയസ്ലി എനിക്ക് കറക്റ്റാ വരാറ്. അപ്പം പിന്നെ എന്തായാലും വരുമെന്നും അറിയാം. അപ്പോൾ അവിടെ ചെന്നിട്ട് ഫസ്റ്റ് മാസം എനിക്ക് തോന്നുന്നു ഞാൻ പാഡ് യൂസ് ചെയ്തെന്ന് തോന്നുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഇത് ഞാൻ നമ്മുടെ കാർഡിനകത്താക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലിപ്കാർട്ടിൽ കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുക, അതുകൊണ്ട് ചെറിയൊരു പൈസയുടെ അത്യാവശ്യം വില കൂടാത്തത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറിയൊരെണ്ണം കാട്ടിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് ഏട്ടനോട് ഇങ്ങനെ പറഞ്ഞു, എനിക്കിനിയും ഈ ഡംപ് ചെയ്യുന്ന പരിപാടിയൊന്നും എനിക്ക് വയ്യ, എനിക്ക് കത്തിച്ചാളാം, ഞാൻ അതിൻ്റെ പുറകെ നടക്കാനൊന്നും വയ്യ, അതുകൊണ്ട് ഇതൊന്ന് വാങ്ങിച്ചു നോക്കാം. അറിയത്തില്ല, വാങ്ങിച്ചു നോക്കാം. ഞാൻ യൂസ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ശ്രമിക്കും. കാരണം എനിക്ക് പാടും കൊണ്ട് നടക്കാൻ വയ്യ, അതുകൊണ്ട് അങ്ങനെ ഞാൻ വാങ്ങിച്ച കേട്ടോ ബ്രാൻഡ്. ഇതിപ്പം എത്ര നാളായിരുന്നോ, 2 വർഷമായിട്ടുണ്ടാവും. പക്ഷെ അന്ന് എടുത്ത തീരുമാനത്തിൽ ഏറ്റവും നല്ലൊരു തീരുമാനമാണെന്ന് ഇപ്പോഴും എനിക്ക് പറയാൻ കഴിയും. കാരണം ഞാൻ അങ്ങനെ പിന്നെ പാഡ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ചെയ്യാതിരുന്നിട്ടൊന്നുമില്ല. കാരണം എവിടെയെങ്കിലൊക്കെ യാത്ര പോവുകയാണെങ്കിൽ നമുക്കിത് കൊണ്ട് കാര്യമില്ല. കാരണം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മാറ്റാനും ഒക്കെ പ്രയാസമാണല്ലോ. അതുകൊണ്ട് എവിടെയെങ്കിലൊക്കെ യാത്ര പോകുമ്പോഴൊക്കെ പാഡ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യും. പിന്നെ ഇവർ പരസ്യത്തിൽ പറയുന്ന പോലെ 7, 8, 9 മണിക്കൂറൊന്നും വെച്ചോണ്ടിരിക്കാന്ന് വരത്തില്ല. അതൊരു പോരായ്മയല്ല, അതൊരു ഇതാട്ടോ. കാരണം ഒരു 3-4 മണിക്കൂർ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 3-4 മണിക്കൂർ ആകുമ്പോഴത്തേനും ഇത് ഫില്ലാവും. അപ്പം നമുക്ക് മാറ്റിയിട്ട് വീണ്ടും അത് ക്ലീൻ ആക്കിയിട്ട് വീണ്ടും വെക്കേണ്ടി വരും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരാണെങ്കിൽ എൻ്റെ Instagram ID ചോദിച്ചാൽ മതി കേട്ടോ. പേഴ്സണലായിട്ട് ചോദിച്ചാൽ ഞാൻ അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബോഡിക്ക് അലർജി വരുന്ന മെറ്റീരിയൽ ഒന്നും അല്ല അവർ യൂസ് ചെയ്തേക്കുന്നത്. ഇത് ഈ സിറോനയുടെ ആണെങ്കിൽ സിലിക്കോൺ ആട്ടോ. സിലിക്കോൺ മെറ്റീരിയൽ നമ്മൾ അങ്ങനെ അലർജിയും കാര്യങ്ങളും റാഷസും ഒന്നും വരാത്ത അതാണെന്നാണ് പറയാറ്. അപ്പം എനിക്കും അങ്ങനെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാനിത് വേണ്ടവർക്ക് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ആണെങ്കിൽ ഇത് ചിലർക്കൊക്കെ പാട് ഇത് ഫോൾഡ് ചെയ്യുന്ന എങ്ങനെ, ഇതെങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പാടുള്ള, അതെനിക്കാണെങ്കിലും കുറച്ച് പാടുള്ള കാര്യമായിരുന്നു കേട്ടോ ആദ്യമൊക്കെ. പിന്നെ നമ്മളിങ്ങനെ ശീലമായില്ലേ, ആദ്യത്തെ തവണ പാടാണ്, പിന്നെയും പാടാണ്, രണ്ടാമത്തെ തവണ പാടാണ്, മൂന്നാണൊക്കെ പരിശ്രമിച്ച് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മളിത് യൂസ്ഡ് ആവും നമുക്ക്. അപ്പോൾ യൂസ്ഡ് ആയി കഴിഞ്ഞാൽ എളുപ്പമാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ യൂസ് ചെയ്ത വെച്ചിട്ട് എനിക്ക് തോന്നുന്നത്, നമ്മൾ പീരീഡ്സ് ആയിട്ട് ഒരു 2-4 ദിവസമൊക്കെ ആണെങ്കിൽ ഇത് പെട്ടെന്ന് ഇൻസേർട്ട് ആവും. 4 ദിവസമൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ബ്ലീഡിങ് ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇൻസേർട്ട് ആകും. അപ്പം നമ്മുടെ ബ്ലീഡിങ് കുറയുന്ന സമയമുണ്ടല്ലോ, തീരെ നിൽക്കാനാവുന്ന സമയം, ആ സമയത്തൊക്കെ കുറച്ച് പാടുപെടും കേട്ടോ. ആ സമയത്തൊക്കെ നമ്മൾ സാധാ തുണിയോ അല്ലെങ്കിൽ പാടോ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം ആ സമയത്തൊക്കെ ആണെങ്കിൽ ഇത് ഇൻസേർട്ട് ആയിട്ട് ഇത് ഇങ്ങനെ നമ്മളിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ മേലോട്ട് കയറ്റുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ആവണമല്ലോ. ഇത് ഓപ്പൺ ആവത്തില്ല, കുറച്ച്
ഓപ്പൺ ആവാതെ ഇങ്ങനെ ഹോൾഡായിട്ട് നിൽക്കും. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട് എനിക്ക് മാത്രം വരുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാരണം എനിക്ക് അങ്ങനെയൊക്കെ വരാറുണ്ട്. പക്ഷെ അല്ലാതെ നോക്കുമ്പോൾ നല്ല സാധനമാണ് കേട്ടോ. ഈ പാടൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കുള്ള ഇച്ചിങ്ങും അതുപോലെ എന്താ ആ സ്മെല്ലുണ്ടല്ലോ, ബാഡ് സ്മെല്ല്, ആ സംഭവം ശരിക്കും പറഞ്ഞാൽ ബ്ലഡിന് അങ്ങനെ ഒരു സ്മെല്ലേ ഇല്ല. നമ്മൾ ബ്ലീഡിങ്ങിന് ബ്ലഡിന് അങ്ങനെ ഒരു സ്മെല്ലേ ഇല്ല കേട്ടോ. നമ്മൾ ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ യൂസ് ചെയ്യുന്ന പാടിനകത്ത് അല്ലെങ്കിൽ തുണിക്കകത്ത് നമ്മൾ ഈ വാട്ടറൂടെ വെള്ളവും കൂടെ കലരുമ്പോഴാണെന്ന് തോന്നുന്നു ആ സ്മെല്ല് വരുന്നത്. പക്ഷെ നമ്മൾ ഈ മെൻസ്ട്രൽ കപ്പിനകത്ത് ബ്ലഡ് വരുമ്പം ഇതിനകത്ത് ആ സ്മെല്ലില്ല, ബാഡ് സ്മെല്ലില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ 2, 3, 4 മണിക്കൂറെ മാക്സിമം എനിക്ക് നോർമലായിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം നോർമലായിട്ടുള്ള ഒരാൾക്ക് തന്നെ 3, 4 മണിക്കൂർ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇത് മാറ്റിയിട്ട് വീണ്ടും ക്ലീൻ ചെയ്തിട്ട് വീണ്ടും ഉപയോഗിക്കണം. പിന്നെ ആണെങ്കിൽ ഇടയ്ക്ക് മറ്റേ എന്താ മദർ ഓഫ് പ്രിയയോ അങ്ങനെയല്ലേ ചാനലിൻ്റെ പേര്, അങ്ങനെ പ്രിയ, അവരുടെ ചാനലിനകത്ത് അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ചിട്ട് അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നു എന്ന്. എനിക്ക് തോന്നുന്നത് എന്താ അത് നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാതെ യൂസ് ചെയ്തിട്ടാവാന്ന് തോന്നുന്നു, അറിയത്തില്ല. പക്ഷെ വേറെ ഡോക്ടർ സീത എന്ന് പറയുന്നവരൊക്കെ നല്ലപോലെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ മെൻസ്ട്രൽ കപ്പ്. ഇവരാണെങ്കിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല, നമുക്കറിയത്തില്ല, ഓരോരുത്തരുടെ ബോഡി അനുസരിച്ചാണല്ലോ. അപ്പം പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സൈഡ് എഫക്റ്റ് ഒക്കെ വരുമായിരിക്കും. ഇതാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിന് ഒരു 5 മിനിറ്റോളം തിളപ്പിക്കണം കേട്ടോ, വെള്ളത്തിനകത്ത് തിളപ്പിക്കണം. ഇത് തിളപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നമൊന്നും വരത്തില്ല. പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്ന മെറ്റീരിയൽ അല്ല. അതുപോലെ തന്നെ പിന്നെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിടയ്ക്ക് ക്ലീൻ ആക്കുന്നത് വെറുതെ വെള്ളത്തിൽ കഴുകിയെടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ യൂസ് ചെയ്തിട്ട് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെക്കുമല്ലോ, എടുത്ത് വെക്കുന്ന ദിവസവും തിളപ്പിച്ചാൽ അത്രയും നല്ലത് കേട്ടോ. ഞാനാണെങ്കിൽ സോപ്പിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് അങ്ങനെ എടുത്ത് വെക്കത്തേ ഉള്ളൂ. പക്ഷെ തിളപ്പിച്ച് വെക്കണം എന്നാ ഇവർ എഴുതിയേക്കുന്നതും എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്, തിളപ്പിച്ച് വെക്കണം എന്ന് കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്കൊരു ക്യാരി ബാഗ് കൂടെ കിട്ടും, കുഞ്ഞൊരു ക്യാരി ബാഗ്, ഇത് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഞാൻ ഡെലിവറി ചെയ്തതിൻ്റെ ആ സ്ലിപ്പ് ഞാൻ ഇതിനകത്ത് ഇട്ടേക്കാം. 2 വർഷമായിട്ടുണ്ടാവും. കാരണം ഇത് ഉപയോഗിച്ചൊരു 1 വർഷം കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ മോനെ പ്രഗ്നൻ്റ് ആയി. അത് കഴിഞ്ഞ് പിന്നെ അവനെ ഡെലിവറി കഴിഞ്ഞിട്ട് വീണ്ടും ഞാനിപ്പോഴും യൂസ് ചെയ്യുന്നത് ഇത് തന്നെ സംഭവം. ഇതാട്ടോ ഞാൻ അതുകൊണ്ടാട്ടോ എന്നെ കപ്പൊക്കെ എവിടെയോ മിസ്സായിപ്പോയി. അപ്പം ഞാൻ വാങ്ങിച്ചത് സിറോണയുടെ കേട്ടോ. ഇപ്പം ഇത് തന്നെ വാങ്ങിക്കണമെന്നൊന്നുമില്ല, ഇഷ്ടമുള്ളത്. എനിക്കും അറിയത്തില്ലായിരുന്നല്ലോ, സിറോണയുടെ നല്ല സംഭവം. എനിക്കിതുവരെ പ്രശ്നങ്ങളുണ്ടോ ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് നല്ല സാധനമാണേ. വിലയാണെങ്കിൽ എത്ര 200 സംതിങ്ങോ ഉണ്ടായിട്ടുള്ളൂ. കാരണം ആദ്യമായിട്ട് വാങ്ങിക്കുവാണല്ലോ, അപ്പോൾ നമ്മുടെ വലിയ വില കൂടിയത് വാങ്ങിക്കേണ്ടെന്ന് കരുതിയിട്ട് ഇത് 250-ൻ്റെ ഞാൻ സൈസ് എടുത്തേക്കുന്നത് മീഡിയം സൈസാണേ. അപ്പോൾ ഓരോരുത്തരും ഓരോ സൈസ് ഞാൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ ഇത് വാങ്ങിച്ചത്. അപ്പം തീരെ സ്മോളും വേണ്ടാന്ന് വിചാരിച്ചിട്ടാ. പിന്നെ സ്മോള്, മീഡിയം, ലാർജ് ഇത്ര 3 സൈസാന്ന് തോന്നുന്നുണ്ട്. അതിൽ കൂടുതലുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാൻ അതിനകത്ത് മീഡിയം വാങ്ങിക്കാൻ കാരണം അതുകൊണ്ടാണ്. ഡെലിവറി കഴിഞ്ഞിട്ടാണല്ലോ ഉപയോഗിക്കുക. ഇപ്പം ഡെലിവറി കഴിയാതെ യൂസ് ചെയ്യുന്ന പെൺപിള്ളേരൊക്കെ ആണെങ്കിൽ എന്താ സ്മാൾ വാങ്ങിച്ചത്. എല്ലാവർക്കും പേടിയുണ്ട്. പക്ഷെ പേടി എന്ന് പറഞ്ഞത് നമ്മൾ ഈ പാഡ് യൂസ് ചെയ്യുമ്പോഴായാലും പണ്ടുള്ളവർ പാഡ് യൂസ് ഉള്ളവരൊന്നും അല്ലല്ലോ. പക്ഷെ ഇത് യൂസ് ചെയ്ത് നോക്കുമ്പം നല്ലതാ. നമുക്കാണെങ്കിൽ ഈ പാഡ് ഡിസ്പോസ് ചെയ്യാനുള്ള മാർഗങ്ങളോ അല്ലെങ്കിൽ തുണി കഴുകാനുള്ള ബുദ്ധിമുട്ടോ അതൊന്നും വേണ്ടി വരത്തില്ല. ഇതാകുമ്പം ഇതെടുത്ത് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക, അത് കളഞ്ഞിട്ട് ഒന്ന് കഴുകിയെടുക്കുക മാത്രം ചെയ്താൽ മതി. പക്ഷെ പ്രോപ്പർ കെയർ ചെയ്യണം. അത് ഇപ്പം പാഡ് യൂസ് ചെയ്താലും അങ്ങനെ തന്നെ, തുണി യൂസ് ചെയ്താലും ഇത് യൂസ് ചെയ്താലും അങ്ങനെ തന്നെ. പ്രോപ്പറായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ബോഡി റിയാക്ട് ചെയ്യുന്നു കേട്ടോ. മാസം ഉപയോഗിച്ചാൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ. കഴിഞ്ഞ ഒരു പ്രാവശ്യമാണെങ്കിൽ ഇതുപോലെ ഭയങ്കര 2-3 ദിവസമൊക്കെ ആയപ്പോഴത്തേനും ഭയങ്കരമായിട്ട് ചൂടും പനി കേട്ടോ, പനി. അപ്പം ഞാൻ വിചാരിച്ചു ഇനി മെൻസ്ട്രൽ കപ്പ് വെച്ചതിൻ്റെ എന്തായാലും സൈഡ് എഫക്റ്റ് ആണ്. ഇപ്രാവശ്യം ഇവൻ ജനിച്ച കഴിഞ്ഞിട്ടാണ്. ആ സമയത്ത് ആ 1 വർഷമൊന്നും എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് വെച്ചാൽ ഇനിയും പ്രശ്നമാണോ, ഇനി ഞാൻ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തില്ല, അങ്ങനെയൊക്കെ എനിക്ക് ടെൻഷനായി. അപ്പം ഞാനിത് എനിക്ക് കഴിയാനായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് മാറ്റി കേട്ടോ. പിറ്റേ 2 ദിവസം കഴിഞ്ഞപ്പോൾ പനി മാറുകയും ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അതിൻ്റെ ആണോ എന്ന് വിചാരിച്ചിട്ട്, പക്ഷെ ഞാനത് നിർത്തിയില്ല. പിറ്റേ മാസവും ഞാനിത് തന്നെ യൂസ് ചെയ്തത്. പക്ഷെ അപ്പം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഒന്നും ആവാൻ സാധ്യതയില്ലാന്ന് തോന്നുന്നു.
പിന്നെ അവര് അതിനകത്ത് പറഞ്ഞേക്കുന്ന പ്രിയ എന്ന് പറഞ്ഞ ചേച്ചി പറഞ്ഞേക്കുന്നത് എന്താ ഹോർമോൺ ചേഞ്ചസ്, ഹോർമോൺ ഇൻബാലൻസ് ആയി, അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളായി കേട്ടോ. അതിനെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല. അതൊക്കെ ഓരോരുത്തർക്ക് എങ്ങനെ എഫക്ട് ചെയ്യുന്നത് അറിയത്തില്ല. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നല്ല സംഭവം തന്നെ കേട്ടോ. ഞാനിത് അനിയത്തിക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത് ഉപയോഗിച്ച് നോക്കുമെന്ന് ഞാൻ അവളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇഷ്ടമുള്ളവർ ഉപയോഗിച്ച് നോക്കുക. ഇപ്പം പിന്നെ നല്ല നല്ല ബ്രാൻഡുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതുപോലെ വില കൂടിയ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നും. ഞാൻ എടുക്കുന്ന സമയത്തും ഉണ്ടായിരുന്നു നല്ല വിലയുടെ. പക്ഷെ ഞാൻ എടുക്കാൻ കാര്യം പറഞ്ഞല്ലോ, എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നും ഇത് ഞാൻ യൂസ് ചെയ്യുമോയെന്ന് പോലും ഉറപ്പില്ലായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ എടുത്തത്. ജസ്റ്റ് നോക്കാന്നുള്ളത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ട് മാത്രം ഞാൻ വീണ്ടും തുടർന്നും യൂസ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ ഇത്രയും ഈ 250 താഴെയുള്ളൂ എന്ന് തോന്നി. ഇതായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. 10 വർഷം നമ്മൾക്ക് വാറണ്ടി ഉണ്ട്. 10 വർഷം വാറണ്ടി അല്ല, 10 വർഷം ഗ്യാരണ്ടി ഉണ്ട് കേട്ടോ. 10 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്. 10 വർഷം കഴിഞ്ഞിട്ട് 10 വർഷം എന്തായാലും യൂസ് ചെയ്യാം. അപ്പം അത്ര നാള് പ്രശ്നമൊന്നുമില്ലല്ലോ. ഈ പാട് കരിക്കലൊന്നും വേണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എനിക്കിതിൻ്റെ കാലാവധി ജൂലൈ 2022 ചേട്ടാ ഞാൻ വാങ്ങിച്ചത്. ജൂലൈ 2022 മുതൽ ജൂൺ 2037 വരെ ഉണ്ട് കേട്ടോ എൻ്റെ കാലാവധി. അതുവരെ എനിക്ക് യൂസ് ചെയ്യാം. അത്രയും കാലാവധി ഉണ്ട്. ട്രൈ ചെയ്യേണ്ടവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ലതാ. എല്ലാവരും പാടിൽ നിന്ന് മാറി ഇങ്ങോട്ട് മാറുന്നുണ്ട്. എന്നാലും കുറേ പേരിലോട്ട് ഇതിൻ്റെ ഒരു അവയർനെസ് എത്താനും ഉണ്ട് കേട്ടോ. എല്ലാവരും വിചാരിക്കുന്നത് ഇതെന്തോ വലിയതാണ് സാധനമാണ്, ഇതെന്തോ വലിയ മഹാകാര്യമാണ്, എന്തോ ഒരു തെറ്റാ, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന കുറേ പേര് നമ്മുടെ സമൂഹത്തിലുണ്ടായിരിക്കും. പക്ഷേ ഇത് നല്ലൊരു ബെറ്റർ ഓപ്ഷൻ കേട്ടോ. ബെറ്റർ ഓപ്ഷൻ എന്ന് പറയാം. പിന്നെ പുറത്തൊക്കെ പോകുന്നവർക്ക് ഞാൻ പറഞ്ഞില്ലേ, ഹെവി ബ്ലീഡിങ് ഒക്കെ ഉള്ളവരൊന്നും പുറത്തൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കുന്നതല്ല. കാരണം 2-3 മണിക്കൂറൊക്കെ അവർക്ക് നിൽക്കത്തുള്ളൂ. ഒരു 8 മണിക്കൂറിൽ കൂടുതലൊക്കെ ഉപയോഗിക്കേണ്ടവരൊക്കെ ആണെങ്കിൽ അതങ്ങനെ ശ്രദ്ധിച്ച് മാത്രം ഉപയോഗിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, പുറത്ത് എവിടെയെങ്കിലും ദൂരെയൊക്കെ പോകണമെങ്കിൽ അത്രയും മണിക്കൂറുകളൊക്കെ എടുക്കുന്ന യാത്രയ്ക്കൊക്കെ ആണെങ്കിൽ ഞാൻ ഇത് ഉപയോഗിക്കാറില്ല. 2-3 ദിവസങ്ങൾ അടുപ്പിച്ചാണെങ്കിൽ, അല്ലെങ്കിൽ ഉപയോഗിക്കും കേട്ടോ. 4ൻ്റെ അന്നൊക്കെ ആണെങ്കിൽ ഞാൻ ഉപയോഗിക്കും. കാരണം എനിക്കപ്പം അങ്ങനെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉപയോഗിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ, പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.